ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 - 2 + 3 - 4 + 5 - 6 പ്ലസ് എക്സെട്ര പ്ലസ് 99 - 100. ഇതിൻ്റെ മൊത്തത്തിലുള്ള വില എത്രയാണ്? ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ വില അതിൻ്റെ ഓപ്ഷൻ തന്നിട്ടുള്ളത് 0, -50, 50, 25. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ഒന്ന് നോക്കാം, ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. അതായത് 1 - 2, ഓക്കെ, നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു, പ്ലസ് അടുത്തത് 3 - 4, വീണ്ടും പ്ലസ് 5 - 6 പ്ലസ് എക്സെട്ര പ്ലസ് 99 - 100. ഒന്നും ചെയ്തില്ല, നമ്മൾ ബ്രാക്കറ്റ് മാത്രം കൊടുത്തു, മൈനസിനെ എല്ലാം കൂടെ ഒരുമിച്ച് ബ്രാക്കറ്റിലാക്കി. ഈ 1 - 2 ഒരു ബ്രാക്കറ്റിലിട്ടു, ഈ പ്ലസ് അതുപോലെ ഇട്ടു, 3 - 4 അടുത്ത ബ്രാക്കറ്റിലിട്ടു, പ്ലസ് ഇട്ടു, 5 - 6 അടുത്ത ബ്രാക്കറ്റിലിട്ടു, പ്ലസ് ഇട്ടു, അങ്ങനെ എക്സെട്ര അവസാനം 99 - 100 വരെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നെഗറ്റീവ് സൈൻ കൊടുക്കുക. -1 പ്ലസ് 3 - 4 അതും -1 ആണ്, പ്ലസ് 5 - 6 എത്രയാണ്? അതും -1 തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ പ്ലസ് -1ൻ്റെ ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടും. -1 അവസാനത്തതും -1 ആയിരിക്കും. ഇത് എത്ര സെറ്റ് ഉണ്ട്? ഇത് നോക്കിയേ, മൊത്തം 100 നമ്പേഴ്സാണ്. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പാക്കി രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ 50 നമ്പേഴ്സ് കാണും. 50 -1 ആയിരിക്കും ഉള്ളത്. ഓക്കെ, എങ്ങനെയാണ്? മൊത്തം 100 നമ്പേഴ്സാണ്. അപ്പോൾ അതിൽ രണ്ടെണ്ണത്തിനെ വെച്ച് ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് 50 നമ്പേഴ്സ് കിട്ടും. ഓക്കെ, ഇനി ഒരു ഗ്രൂപ്പിൻ്റെ സം എന്ന് പറയുന്നത് -1 ആണ്. അതുകൊണ്ട് 50 × -1, 50 പ്രാവശ്യം -1 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? -50 കിട്ടും. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ 50 × -1 = -50. ഇതാണ് ആൻസർ. നമ്മുടെ ഓപ്ഷനിൽ ബി ആണ് ആൻസർ. നോക്കിയേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2, 6, 12, 20, 30. 2, 6, 12, 20, 30. അടുത്ത ഒരു നമ്പർ വിട്ടിട്ടുണ്ട് അല്ലേ, അടുത്ത ഡാഷാണ്. അപ്പോൾ ഈ വിട്ടുപോയ സംഖ്യ എത്ര എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. 40, 32, 36, 42. ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. 6 - 2 എത്രയാണ്? 6 - 2 = 4 ആണ്, 4 അല്ലേ. 12 - 6, 12 - 6 6 ആണ്. 20 - 12 എടുക്കുമ്പോൾ 8 കിട്ടും. 30 - 20 എടുത്താൽ 10 കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് 4, ഇതിൻ്റെ ഡിഫറൻസ് 6, ഇതിൻ്റെ ഡിഫറൻസ് 8, ഇതിൻ്റെ ഡിഫറൻസ് 10, അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കും? 12 ആയിരിക്കും അല്ലേ. അതായത് 2ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 6, 6ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 12, 12ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 20, 20ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 30, അടുത്ത കണ്ടുപിടിക്കേണ്ടത് 30ൻ്റെ കൂടെ 12 കൂട്ടുക. ആൻസർ എത്ര കിട്ടും? 42 ആണ് ആൻസർ. ഇതാ നടക്കുന്നു, ലാസ്റ്റ് ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. 8, 12, 15 ഈ മൂന്ന് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ശിഷ്ടം 5 വരണം. അപ്പോൾ 8, 12, 15 ഈ നമ്പർ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുന്നത്, അല്ലെങ്കിൽ ഈ 3 നമ്പറിനെയും നമുക്ക് ഹരിക്കാൻ പറ്റുന്ന ആ ഒരു നമ്പർ, അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ, ഇതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, അത് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് LCM അല്ലെങ്കിൽ ലസാഗു എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ 3 നമ്പർ കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 3 നമ്പറിൻ്റെ LCM അല്ലെങ്കിൽ ലസാഗു കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ അത് പൂർണ്ണ ഗുണിതമായിരിക്കും, അതായത് ശിഷ്ടം 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് 3 സംഖ്യകൾ തന്നിട്ട് ആ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആദ്യം അതിൻ്റെ ലസാഗു കണ്ടുപിടിക്കണം, LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിച്ചതിന് ശേഷം ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 5ഉം കൂടെ ആഡ് ചെയ്യുക. കാരണം LCM എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറാണ്, അതായത് ശിഷ്ടം 0 വരുന്ന നമ്പറായിരിക്കും LCM. അപ്പോൾ 5 ശിഷ്ടം വരണമെങ്കിലോ അതിനോട് 5 കൂടെ കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCM കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ ലസാഗു ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണ് ലസാഗു കണ്ടുപിടിക്കുന്നത്? 3നെയും ഇതുപോലെ എഴുതുക. പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 2, 3, 5, 7, 11, 13 അങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഈ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യം നമുക്ക്
ഈ മൂന്നെണ്ണത്തിനെയും ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും അല്ലേ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ പോട്ടെ, 15 എന്ന് എഴുതി. ഓക്കെ, അടുത്തത് വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ 15 തന്നെ കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 കിട്ടി, 3 കിട്ടി, 15 അതുപോലെ എഴുതി, 3ഉം അതുപോലെ എഴുതി. അടുത്തത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 1 5. അടുത്തത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 1 1. അപ്പോൾ നമ്മൾ ഈ അവസാനം 1 1 1 കിട്ടുന്നത് വരെ എഴുതണം. ഓക്കെ, ലാസ്റ്റ് 1 1 1 എല്ലാത്തിൻ്റെയും അവസാനം 1 കിട്ടുന്നത് വരെ എഴുതണം. ഇനി എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 2 × 2 × 2 × 3 × 5 മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കിട്ടിയ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് LCM കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 2 × 2 8 ആണ്. 8 × 3 × 5 എത്രയാണ്? 15 ആണ്. ഓക്കെ, 8 × 15 എത്രയാണെന്ന് നോക്കിയാൽ മതി. 8 × 15 എത്ര കിട്ടും? 40 4 8 4 12 120 കിട്ടും. 120 നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഇത് എഴുതി വെച്ചാൽ തെറ്റാണ്, 120 എഴുതരുത്, ചാടിക്കയറി. LCM എഴുതി വെച്ചാൽ തെറ്റാണ്, 120 ഓപ്ഷനിലുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, ശിഷ്ടം 5 വരണം. ഓക്കെ, ഇത് ശിഷ്ടം 0ആണ്. 120നെ നമുക്ക് 8 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 0 കിട്ടും, 12 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 0 കിട്ടും, 15 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 0 കിട്ടും. അപ്പോൾ പെട്ടെന്ന് LCM കിട്ടുമ്പോൾ 120 നമ്മൾ ഒറ്റ നോട്ടത്തിൽ ആൻസറിലുമുണ്ട്, എഴുതി വെക്കരുത്. ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ഈ 120ൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടണം. ആൻസർ 125 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 120 അല്ല. ഓക്കെ, തെറ്റിപ്പോകരുത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകളുണ്ട്. അതിനെ തുല്യ നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കുക, അതായത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 2 നമ്പേഴ്സ്, 2 കയറിൻ്റെ കഷ്ണമൊക്കെ കളഞ്ഞേക്ക്. നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, 91ഉം 117ഉം. ഓക്കെ, 91ഉം 117ഉം. ഈ 2 നമ്പേഴ്സിനെയും ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 2 തുല്യ നീളമുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിക്കണം. 2 കയറുകളെയും തുല്യ നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കുക. HCF അല്ലെങ്കിൽ മലയാളത്തിൽ ഉസാഖ എന്ന് പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉസാഖയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമ്മൾ കയറൊക്കെ മാറ്റിയിട്ട് നമ്പേഴ്സായിട്ട് എടുക്കുക. 2 നമ്പേഴ്സ്, ഒന്ന് 91ഉം അടുത്തത് 117ഉം. ഇതിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 91ഉം 117ഉം രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യുന്ന രണ്ടും ഏതിൻ്റെ ടേബിളിലാണ് വരുന്നതെന്ന് നോക്കുക. 2ൻ്റെ ടേബിളിൽ വരില്ല, 3ൻ്റെ ടേബിളിൽ വരില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ടേബിളിലൊന്നും 91 വരുന്നില്ല. 11 നോക്കുക, 11ൽ വരില്ല. 12 നോക്കുക, അതിൽ വരില്ല. നമുക്കിതിനെ രണ്ടിനെയും 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 13ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ള നമ്പേഴ്സാണ് 91ഉം 117ഉം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് 91നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും. ഓക്കെ, 117നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. ഇതിനെ ഇനി കോമൺ ആയിട്ട് വേറെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ഉസാഖ എന്ന് പറയുന്നത് 13 ആണ്. നമ്മുടെ ആൻസറും 13 മീറ്റർ ആയിരിക്കും. ഞാനൊരു ഓപ്ഷൻ എഴുതിയിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 15 മീറ്റർ, അതുപോലെ 13 മീറ്റർ, 17 മീറ്റർ, 11 മീറ്റർ. ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്, 13 മീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3/5, 5/8, 2/3. ഈ 3 നമ്പറിനെ ആരോഹണക്രമത്തിൽ എഴുതുക. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. അതിൻ്റെ ഓപ്ഷൻ ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് അസെൻഡിങ് ഓർഡറിൽ നേരിട്ട് അങ്ങ് എഴുതാം. എങ്ങനെയാണ് എഴുതുന്നത്? ഇതിൻ്റെ 3ൻ്റെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ 3 ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്രയെങ്കിലും ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ വലുതേതാണ് ചെറുതേതാണെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് ഓർത്തോണം. അതായത് നമുക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 5/11, 7/11, 2/11 ഈ 3 നമ്പേഴ്സാണ് തന്നിട്ടുള്ളതെങ്കിൽ ആദ്യം നോക്കേണ്ടതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ എന്നാണ്. അത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ, അല്ലെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയും മാത്സിൽ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ 2/11, 5/11, 7/11 എന്ന് നേരിട്ട് നമുക്ക് എഴുതാം. ഇതിൻ്റെ 2, 5, 7 ആ ഓർഡറിൽ ന്യൂമറേറ്ററിൻ്റെ അസെൻഡിങ് ഓർഡറിൽ തന്നെ എഴുതാം. അത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ. ഓക്കെ, ഇവിടെ നോക്കുക, ഇതിൻ്റെ 3ൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്നത് സെയിം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. ന്യൂമറേറ്ററിൻ്റെ നമ്പർ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതി, 2, 5, 7 എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കണം.
ഇനി ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കാൻ എന്ത് ചെയ്യണം എന്ന് നോക്കുക. ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് LCM എടുക്കുക. ഓക്കെ, ഡിനോമിനേറ്ററിനെ LCMന് ഈക്വൽ ആക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ LCM ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 5, 8, 3 ഈ 3 നമ്പേഴ്സിൻ്റെ LCM. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കിട്ടും, 8 കിട്ടും, 3 കിട്ടും. അടുത്തത് നമുക്ക് ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 1 കിട്ടും, 8 കിട്ടും, 3 കിട്ടും, 1 കിട്ടും. ഇവിടെ ഈ 8 മാത്രമേ ഉള്ളൂ, നമുക്ക് വേണമെങ്കിൽ 8 കൊണ്ട് ഡയറക്റ്റ് അടങ്ങ് ചെയ്യുകയാണെങ്കിൽ 1 കിട്ടും. ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 5 × 3 × 8 എന്ന് കിട്ടും. 5 × 3 × 8 എത്രയാണ്? 8 3 സാർ 24. 24 × 5 വരുമ്പോഴത്തേക്കും 2 12 120 ഇതിൻ്റെ LCM വരുന്നത്. ഓക്കെ, ഇതിൻ്റെ LCM വരുന്നത് 120. അപ്പോൾ ഇനി ഈ ഡിനോമിനേറ്റേഴ്സിനെ എല്ലാത്തിനെയും 120 എത്തിക്കണം. അതിന് ഈ ക്വസ്റ്റ്യനിൽ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഇവിടെ LCM നമുക്ക് കിട്ടിയത് ഈ 3 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. 5ഉം 8ഉം 3യും കൂടെ ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 120 കിട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോന്നിനെയും നമുക്ക് ഓരോ ഡിനോമിനേറ്ററിനെയും 120 ഈക്വൽ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ LCMന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് LCM ഇതുപോലെ ഫസ്റ്റ് 3/5 എടുക്കുക. ഈ 5നെ നമുക്ക് 120 ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, 8ഉം 3യും, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 8ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 24 ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, 8ഉം 3യും 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 120 ആണ്. ഇവിടെ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ തൊട്ടടുത്ത നമ്പറിനോടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 8ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 24 കിട്ടും. ഇതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ മേളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യണം. ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഫ്രാക്ഷൻ്റെ വില വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പറായിട്ടുള്ള 24 കൊണ്ട് ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. എവിടെ നിന്നാണ് നമുക്ക് 24 കിട്ടിയത്? ഇവിടെ നമുക്ക് LCM അല്ലെങ്കിൽ ഈ 3 നമ്പറുടെ മൾട്ടിപ്ലൈ ചെയ്താൽ 120 ആണ് കിട്ടുന്നത്. അതിൽ 5 മാത്രം ഇവിടെയുണ്ട് അല്ലേ. ബാക്കി 8ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. അടുത്ത നമ്പറിനെ എങ്ങനെ എഴുതാം? 5/8 ആണ് അടുത്ത നമ്പർ. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോടെ? പിന്നെ എന്താണ്, ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 8 ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നത് 5ഉം 3യും കൂടെ കൊണ്ടാണ്. 15 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കൊണ്ട് മേളിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്തത് നമുക്ക് 2/3 ആണ് നമ്മുടെ കയ്യിലുള്ള നമ്പർ. ഓക്കെ, 2/3 ആണെങ്കിൽ അതിൽ 3 മാത്രം ഇവിടെ ഉണ്ട്. ബാക്കി ഏതൊക്കെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 × 8 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മേളിലും താഴെയും 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഈ 3 നമ്പറും ഇതുപോലെ എഴുതുക. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തത്? നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയിരിക്കണം അല്ലേ. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അത് LCMന് ഈക്വൽ ആവണം. ആ LCM നമ്മൾ കണ്ടുപിടിച്ചത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 120 ആണ് കിട്ടിയത്. അപ്പോൾ 120 ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്പറിനെ നമ്മൾ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് നമ്പറിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തേർഡ് നമ്പറിനെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് നോക്കാം. 3 × 24 ന്യൂമറേറ്ററിലും ചെയ്യണം, ഡിനോമിനേറ്ററിലും ചെയ്യണേ. 4 × 3 12 ആണ്, റിമൈൻഡർ 1. അപ്പോൾ 2 × 3 6 72 കിട്ടും. 72 / 120 എന്ന് കിട്ടും. മേളിൽ വരുമ്പോഴത്തേക്ക് 15 × 5 എന്ന് പറയുമ്പോഴത്തേക്കും 60 75 / 120 എന്ന് കിട്ടും. അടുത്തത് 4 8 80 / 120 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയൊക്കെ കിട്ടി? 72/120, 75/120, 80/120. ഇനിയിപ്പോൾ എളുപ്പമല്ലേ? ഏതാണ് ചെറുത്? 72, 75, 80. ഏതാണ് ചെറുത്? 72/120, അതായത് 3/5 ഏറ്റവും ചെറുത്. ഓക്കെ, അടുത്ത നമ്പർ ഏത് വരും? 5/8, അതിൽ കുറച്ചുകൂടെ വലുത്, കാരണം 75 ആണ്. അടുത്തത് 80/120, 2/3. അതായത് നമുക്ക് തന്നിട്ടുള്ള ഓർഡർ അസെൻഡിങ് ഓർഡർ തന്നെയാണ്. ഓക്കെ, വ്യത്യാസമില്ല. ഈ ഓർഡർ തന്നെ കറക്റ്റ് ആൻസറാണ്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 36 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഒരു സമചതുരം നമുക്ക് വരച്ച് നോക്കാം. ഇതൊരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ, സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സ്ക്വയറിൻ്റെ പ്രത്യേകത, സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അതുപോലെ അതിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അത് സ്ക്വയറിനെ പറ്റി ആദ്യം പറഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി ഏതൊരു ഫിഗർ നമുക്ക് തന്നാലും അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള നീളം. അതായത് ഇവിടുന്ന് നമ്മളൊരു കയറ് കെട്ടി വലിക്കുകയാണെങ്കിൽ ഇവിടം വരെ ലെങ്ത്, ഇവിടം വരെ ലെങ്ത്, ഇവിടം വരെ ലെങ്ത്, ഇത്രയും ലെങ്ത്, ഇതെല്ലാം കൂടെ ആ കയറിൻ്റെ ടോട്ടൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ ചുറ്റളവ് കിട്ടും. ഇതിൻ്റെ മൊത്തം നീളം, ഈ നീളം കൂട്ടുക, ഈ നീളം കൂട്ടുക, ഈ നീളം കൂട്ടുക, ഈ നീളം കൂട്ടുക. അതിന് ചില ഇക്വേഷൻസ് ഉണ്ട്. ഈ 4 എണ്ണം കൂടെ കൂട്ടുന്നതിന് പകരം
നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 4 ഇൻറ്റു സൈഡ് നോക്കിയാൽ എല്ലാ സൈഡും ഈക്വലാണ്. എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് 4 പ്രാവശ്യം സൈഡ് കൂട്ടുന്നതിനേക്കാളും എളുപ്പം 4 കൊണ്ട് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡ്. എങ്ങനെയാണ് കിട്ടിയത്? ഈ 4 സൈഡും കൂടെ കൂട്ടി, 4 സൈഡും കൂടെ കൂട്ടുന്നതിന് പകരം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പെരിമീറ്റർ ഇസിക്വൽ ടു 4 ഇൻറ്റു സൈഡ്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഏരിയ? പെരിമീറ്ററും ഏരിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പെരിമീറ്റർ ഇതിൻ്റെ ചുറ്റുമുള്ള അളവ്. നമ്മൾ ഈ സ്ക്വയറിന് ചുറ്റും ഒരു വേലി കെട്ടുകയാണെങ്കിൽ ആ വേലിയുടെ മൊത്തം നീളം അതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചുറ്റളവായിരിക്കും. ഇനി എന്താണ് ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ഒരു ഭാഗത്തിനെ പറയുന്ന പേരാണ് ഏരിയ. ഓക്കെ, ഈ സ്ക്വയറും മൊത്തം നമ്മൾ ഒരു പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ, ഈ സ്ക്വയറിനകത്ത് നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ് അല്ലെങ്കിൽ കളർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള മൊത്തം ഭാഗമാണ് ഏരിയ. നമ്മളിപ്പോൾ ചുമന്ന കളർ അടിക്കുകയാണെങ്കിൽ ഈ ചുമന്ന കളർ വരുന്ന ഭാഗത്ത് അത്രയും ഭാഗത്തെ ഒരു അളവാണ് ഏരിയ. ഇതാണ് ഏരിയയും പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള അളവ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സൈഡ് എ ആണ്, ഈ ഒരു സൈഡ് എ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? എയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ ഓഫ് സ്ക്വയർ, പരപ്പളവിൻ്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ചുറ്റളവ്, എന്താണ് പരപ്പളവ് എന്ന് അറിഞ്ഞിരിക്കുക. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4 ഇൻറ്റു സൈഡാണ്. അതുപോലെ പരപ്പളവ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡാണ്. സ്ക്വയറിൻ്റെ കാര്യത്തിലാണേ. റെക്റ്റാങ്കിളിൻ്റെ കാര്യത്തിലാണെങ്കിലോ, റെക്റ്റാങ്കിൾ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. നോക്കി, ഇത് റെക്റ്റാങ്കിളാണ്, ഇവിടെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. ഓക്കെ, ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ലെങ്തും ഈ ബ്രെഡ്ത്തും, ഇവിടെ ലെങ്താണ്, ഈ ലെങ്തും ഈ ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, L + B. അപ്പോൾ എത്ര കിട്ടി? 2 ലെങ്തും 2 ബ്രെഡ്ത്തും നമ്മുടെ കയ്യിലുണ്ട്. അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഇക്വേഷൻ നമ്മൾ പെരിമീറ്റർ ഇസിക്വൽ ടു 2 ഇൻറ്റു L + B എന്ന് എഴുതുന്നത്. അഥവാ നിങ്ങൾ ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. ആണല്ലോ, 4 സൈഡും കൂടെ ആഡ് ചെയ്യുക. എത്ര സൈഡുണ്ടോ ആ സൈഡെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും. ഇനി ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ ചെയ്തത് എന്താ? ഈ സൈഡും ഈ സൈഡും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും ഈ സൈഡും ഈ സൈഡും മൾട്ടിപ്ലൈ ചെയ്യുക, ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, L ഇൻറ്റു B. അതാണ് ഏരിയ. ഇതാണ് ഏരിയയും പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഒരു സമചതുരത്തിൻ്റെ, ഒരു സ്ക്വയറിൻ്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. 4 ഇൻറ്റു സൈഡാണ് ചുറ്റളവ്. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 36 തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം, പരപ്പളവ്. ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് വേണം. ആ സൈഡ് ഇവിടെ കിടപ്പുണ്ട്. സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൽ നിന്ന് സൈഡ് കണ്ടുപിടിക്കാം. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 സൈഡാണ് 36 എങ്കിൽ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 സെൻറ്റിമീറ്ററാണ് ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. ഇനിയിപ്പം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് 9 സെൻറ്റിമീറ്ററാണ്, അടുത്ത സൈഡും 9 സെൻറ്റിമീറ്ററാണ്. സോ ആൻസർ 81 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയും. പെരിമീറ്ററിൻ്റെ ആണെങ്കിൽ സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ മീറ്റർ, അല്ലെങ്കിൽ കിലോമീറ്റർ, ഏതാണെന്ന് വെച്ചാൽ അത് തന്നെയായിരിക്കും. ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ അതിന് ആൻസർ 81 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ 81 സെൻറ്റിമീറ്റർ സ്ക്വയർ എ കിടപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ പൊതുവേ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കറിയാം, ശരാശരിയുടെ ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം ഒരേ മോഡലിൽ തന്നെ, ഒരേ പാറ്റേണിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് കേട്ടോളുക. ശരാശരി എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ശരാശരി കണ്ടുപിടിക്കുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഓക്കെ, തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഇതിൽ നമുക്ക് തുക കണ്ടുപിടിക്കാൻ വേണ്ടി ശരാശരി ഇൻറ്റു എണ്ണം കണ്ടുപിടിക്കാം. അതുപോലെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തുക ഡിവൈഡ് ബൈ ശരാശരി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ശരാശരി അല്ലെങ്കിൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അത് സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെങ്കിൽ തുക ഡിവൈഡ് ബൈ എണ്ണമാണ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട് 12. അപ്പോൾ 20 കുട്ടികളുടെ വയസ്സിൻ്റെ തുക, 20 കുട്ടികളുടെ വയസ്സിൻ്റെ തുക, 20 കുട്ടികളുടെ തുക എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 12 ഇൻറ്റു 20 നോക്കുക. 12 ഇൻറ്റു 20 എത്ര കിട്ടും? 12 ഇൻറ്റു 24 240 കിട്ടും. ഓക്കെ, 20 കുട്ടികളുടെ വയസ്സിൻ്റെ തുക കണ്ടുപിടിക്കുക. ഇനി ഒരു കുട്ടി കൂടി അവിടെ വന്നു. അപ്പോൾ കുട്ടികളുടെ എണ്ണം എത്രയായി? 21 കുട്ടികളായി. അപ്പോൾ 21 കുട്ടികളുടെ തുക കണ്ടുപിടിക്കാൻ, ആകെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ശരാശരി 13 ആയിട്ടുണ്ട്. 13 ഇൻറ്റു 20 കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണ്? ഒന്നുകൂടെ പറയാം. ആദ്യം 20 കുട്ടികളുടെ തുക കണ്ടുപിടിക്കുക.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് 21 കുട്ടികളുടെ തുക. 21 അങ്ങനെ കിട്ടി, 20ൻ്റെ കൂടെ ഒരു പുതിയ കുട്ടി കൂടി വന്നു, അപ്പോൾ ശരാശരി 13 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 12 × 20 ചെയ്താൽ മതി. 12 × 20 ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ കുട്ടി വന്നു, അപ്പോൾ ശരാശരി 13. അപ്പോൾ നമുക്ക് അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി 13 × എണ്ണം 21. ഓക്കെ, അപ്പോൾ 13 × 21 കിട്ടുമ്പോൾ എത്ര കിട്ടും? 13 × 23 ചെയ്ത് കഴിഞ്ഞാൽ 3, 1, 6, 2, 3, 7, 273 കിട്ടും. അപ്പോൾ 20 കുട്ടികളുടെ തുക കിട്ടി, അത് 240 21 കുട്ടികളുടെ തുക കിട്ടി, അത് 273. ഇനി പുതിയ കുട്ടിയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 273 നിന്ന് 240 സബ്ട്രാക്ട് ചെയ്താൽ മതി, കുറച്ചാൽ മതി. 273 നിന്ന് 240 കുറച്ച് കഴിഞ്ഞാൽ 33 കിട്ടും. ഓക്കെ, അപ്പോൾ 33 ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ 20 കുട്ടികളുടെ ശരാശരി തന്നിട്ടുണ്ട് 12. ഒരു കുട്ടിയും കൂടെ വന്നു, അതായത് 21 കുട്ടികളായി, അവരുടെ ശരാശരി 13. ആദ്യം 20 കുട്ടികളുടെ തുക കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് 21 കുട്ടികളുടെ തുക കണ്ടുപിടിക്കുക, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. ഒരു വസ്തു 480 രൂപയ്ക്കാണ് വിറ്റത്, അപ്പോൾ ആ കടക്കാരന് 20 രൂപ 20% നഷ്ടം. ഓക്കെ, ഇനി അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ ആ വസ്തു എത്ര രൂപയ്ക്ക് വിൽക്കണം? ഒരു വസ്തു അത് 480 രൂപയ്ക്കാണ് വിറ്റത്, അപ്പോൾ 20% നഷ്ടത്തിലാണ്. മേടിച്ച വിലയേക്കാൾ കുറച്ച വിലയ്ക്കാണ് അയാൾ വിറ്റത്. ഇനി അയാൾക്ക് അതേ വസ്തു 20% ലാഭത്തിൽ വിൽക്കണമെങ്കിൽ അയാൾ അതിനെ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലാഭം, നഷ്ടം, ഇങ്ങനെയുള്ള ശതമാനം, ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് പലരും ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ വളരെ സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, യഥാർത്ഥ വില അറിയാമെങ്കിൽ മാത്രമേ അതിന് നഷ്ടം വരുന്ന വിലയും അതിൽ ലാഭം വരുന്ന വിലയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമുക്കിതിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് നോക്കാം. യഥാർത്ഥ വില നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്കിതിൻ്റെ യഥാർത്ഥ വിലയെ എക്സ് എന്നെടുക്കാം. ഓക്കെ, ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ വില സിമ്പിളായിട്ട് ലോജിക്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് യഥാർത്ഥ വില നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ നഷ്ടവും ലാഭവും ഒക്കെ നമുക്ക് കുറച്ച് കൊടുക്കാനോ കൂട്ടി അതിൻ്റെ വില കൂട്ടി കൊടുക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ, ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വില നമുക്ക് എക്സ് എന്നെടുക്കാം, ആണല്ലോ. ഇനി ഇത് കൊടുത്തപ്പോൾ 20% നഷ്ടമെന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥ വിലയിൽ നിന്ന്, യഥാർത്ഥ വില എക്സ് ആണ്, യഥാർത്ഥ വിലയിൽ നിന്ന് ഈ എക്സിൻ്റെ 20% കുറച്ചപ്പോഴാണ് എന്ത് കിട്ടിയത്? എക്സിൽ നിന്ന് എക്സിൻ്റെ 20% കുറച്ചപ്പോഴാണ് നമുക്ക് 480 കിട്ടിയത്. മനസ്സിലായി എന്താ പറഞ്ഞത്? ഇത് യഥാർത്ഥ വില. യഥാർത്ഥ വിലയിൽ നിന്ന് ഈ വിലയുടെ 20% കുറച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യഥാർത്ഥ വില 100 ആണെന്ന് വിചാരിക്കാം. 100 രൂപയുടെ ഒരു സാധനം 20% വില കുറച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 100 എന്ന് പറയുന്ന വിലയിൽ നിന്ന് 100ൻ്റെ 20%, 20% എന്ന് പറഞ്ഞാൽ 20/100, 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 രൂപ കുറച്ച് വിറ്റു. അതായത് 80 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് ഈ 100 രൂപയുടെ ശതമാനം 20% നഷ്ടത്തിൽ കൊടുക്കുന്നത്. ഓക്കെ, ഈ 100 രൂപയുടെ സാധനം 20% നഷ്ടത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 100ൽ നിന്ന് 100ൻ്റെ 20% കുറയ്ക്കണം. ഓക്കെ, അതായത് 80 രൂപ. ഇനി ഇത് ലാഭത്തിൽ കൊടുക്കണമെങ്കിലോ 100ൻ്റെ കൂടെ ഈ 100ൻ്റെ 20% കൂട്ടണം. ഓക്കെ, അപ്പോൾ നഷ്ടത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ 100ൻ്റെ 20% കുറയ്ക്കണം. ഇനി ലാഭത്തിൽ പോകണമെങ്കിലോ 100ൻ്റെ 20% കൂട്ടണം. അതായത് ഈ 2 പൂജ്യം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 100 + 20, ഈ സാധനം 120 രൂപയ്ക്ക് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. ഓക്കെ, 100 രൂപയാണ് ഒരു സാധനത്തിനെങ്കിൽ അതിൻ്റെ 20% നഷ്ടമെന്ന് പറഞ്ഞാൽ ഈ 100ൻ്റെ 20% 100ൽ നിന്ന് കുറയ്ക്കുക. അതായത് ആ സാധനം 80 രൂപയ്ക്ക് കൊടുക്കണം. ഇനി ഇത് 20% ലാഭത്തിൽ കൊടുക്കണമെങ്കിലോ 100 രൂപയുണ്ട്, ഈ 100ൻ്റെ 20% കൂടെ കൂട്ടണം. 100 + 100ൻ്റെ 20%, അതായത് 20 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 120 രൂപയ്ക്ക് വിൽക്കണം. ഇവിടെ നമുക്ക് ഈ 100 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടില്ല. ഇതിന് പകരമാണ് നമ്മൾ എന്തെടുത്തത്? ഈ 100ന് പകരമാണ് നമ്മൾ എക്സ് എടുത്തത്. നമുക്ക് അറിയില്ല വാല്യൂ. എക്സിൻ്റെ കൂടെ എക്സിൻ്റെ 20% കുറയ്ക്കണം. ആ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ള 480. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ എക്സിൻ്റെ എത്ര ശതമാനം കൂട്ടിയാൽ, 20% കൂട്ടിയാൽ കിട്ടുന്ന വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായോ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ എക്സിൻ്റെ 20% കുറയ്ക്കുമ്പോൾ നമുക്ക് 480 ഉണ്ട്. അതായത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. x - 20x
ഡിവൈഡഡ് ബൈ 100 പോട്ടെ, ഈ പൂജ്യം കൊണ്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2x ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടും, ഈക്വൽ ടു 480 എന്ന് കിട്ടും. കിട്ടിയല്ലോ, 480 എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്റർ 1 ആണല്ലോ. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 × x 10x മൈനസ് 2x ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 480 എന്ന് കിട്ടിയല്ലോ. 10x മൈനസ് 2x എത്രയാണ്? 8x ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 480 എന്ന് എഴുതാം. ആണല്ലോ. ഈ 10നെ പൊക്കിയെടുത്ത് അപ്പുറത്ത് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സാധനത്തിനെ നമ്മളെടുത്ത് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷനാണ്, ഓർത്തിരിക്കുക. സോ 8x ഈക്വൽ ടു 480 × 10 കിട്ടും, അതായത് 4800 എന്ന് കിട്ടും. 8x ഈക്വൽ ടു 4800. ഇനി ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് കിട്ടിയത് 8x ഈക്വൽ ടു 4800 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4800 ഡിവൈഡഡ് ബൈ 8 എടുത്താൽ മതി. എത്ര കിട്ടും? 4800 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 600 രൂപയാണ് എക്സ്. എന്താണ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ വില കിട്ടി. ഇനിയിപ്പോൾ എളുപ്പമായി അല്ലേ? യഥാർത്ഥ വില ആയിട്ടുള്ള എക്സ് കിട്ടി. എക്സിൻ്റെ വില 600. ഇനി ഇത് എത്ര ശതമാനത്തിന് വിൽക്കണം? 20% ലാഭത്തിന് വിൽക്കണം. അപ്പോൾ ഈ 600ൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600ൻ്റെ 20% കണ്ടുപിടിക്കാൻ 600 × 20/100, അതായത് ഈ പൂജ്യവും 2 പൂജ്യവും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 120 രൂപയാണ് ഇതിൻ്റെ ലാഭം. 20% ലാഭം അല്ലേ? നമ്മളിവിടെ പറഞ്ഞു ഈ എക്സിൻ്റെ കൂടെ, അതായത് 600ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടണം? 600ൻ്റെ 20% കൂട്ടണം അല്ലേ? ഇവിടെ 600ൻ്റെ ഇവിടെ ഇതിൻ്റെ വാല്യൂ എക്സിൻ്റെ 20% കുറച്ചാണെങ്കിൽ ഈ 600ൻ്റെ 20% കൂട്ടണം. ഈ 2 പൂജ്യം പോയി, ഇത് 120 നമുക്കറിയാം. 600 പ്ലസ് 120 ഈക്വൽ ടു 720 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് ഇതിന് 20% ലാഭം കിട്ടുന്നത്. 720. ഓക്കെ, അതാണ് ആൻസർ. ഇതാണ് ഉള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇത് ഇക്വേഷനൊക്കെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതിനേക്കാളും ഈസി ആയിട്ട് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, ഈ ക്വസ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഇതിനേക്കാൾ ഈസിയായിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റെപ്പുകൾ ഇത്രയും കണ്ടിട്ട് പേടിക്കേണ്ട. ഇത് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പൊന്നും നമ്മുടെ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു വസ്തു 20% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തു നമുക്ക് 100 വെച്ച് ആലോചിച്ച് നോക്കാം. 100ൻ്റെ 20% നഷ്ടം എന്ന് പറഞ്ഞാൽ 100 മൈനസ് 100ൻ്റെ 20, അതായത് 80. അതേ സാധനം തന്നെ 20% ലാഭത്തിൽ വിൽക്കണമെങ്കിലോ 100 പ്ലസ് 100ൻ്റെ 20%, അപ്പോൾ 120 കിട്ടും. അതേ ഒരു കോൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എക്സ് എന്ന് എടുത്തിട്ട് എക്സിൽ നിന്ന് എക്സിൻ്റെ 20% കുറയ്ക്കുമ്പോൾ 480, അതിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ വില കണ്ടുപിടിക്കുക. ആ യഥാർത്ഥ വിലയുടെ കൂടെ നമുക്ക് എത്ര 20, 30 എത്ര ശതമാനം വേണമെങ്കിലും നമുക്കിവിടെ കാൽക്കുലേറ്റ് എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഡെസിമൽസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന ക്വസ്റ്റ്യനാണ്. ഡെസിമലിൻ്റെ അഡീഷൻ, ഡെസിമൽ എന്ന് പറയുമ്പോൾ ഒരു നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക്, അതായത് 10.32 ഈ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ വരും. ഈ പോയിൻ്റ് റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഡെസിമൽ പാർട്ടും ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന ഹോൾ നമ്പർ പാർട്ടുമാണ്, നമ്പർ പാർട്ടുമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഡെസിമൽസ് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിൻ്റ് ഒരേ സ്ഥലത്ത് തന്നെ വരണം. ഓക്കെ, ഡെസിമൽ പോയിൻ്റ് വളരെ അതിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡീഷനും സബ്ട്രാക്ഷനും മാത്രം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊന്നുമില്ല. അഡീഷനും സബ്ട്രാക്ഷനും അതിൻ്റെ പോയിൻ്റ് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അതായത് ഫസ്റ്റ് നമുക്ക് നോക്കിയേ, ഇവിടെ 4.32 ആണ്. ഇനി ഇതിൻ്റെ താഴേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ എഴുതുമ്പോൾ എപ്പോഴും അടുത്തതിൻ്റെ പോയിൻ്റ് ഇവിടെ തന്നെ വരണം. രണ്ടാമത്തെ മൂന്നാമത്തെ പോയിൻ്റ് ഇവിടെ തന്നെ വരണം. അത് ഓർത്തിരിക്കുക. ആ പോയിൻ്റ് ഇടുന്നത് കറക്റ്റ് നേരെ തന്നെ ഇട്ട് പോവുക. ഓക്കെ, ഇനി പോയിൻ്റ് ഇപ്പുറത്തുള്ള നമ്പേഴ്സ് നോക്കാം. ഇവിടെ 0.8 ആണ്. ഇപ്പുറത്ത് 0 ഇടുക, അപ്പുറത്ത് 8 എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് 12.001 ആണ്. 12 പോയിൻ്റ് ഇപ്പുറത്ത് 12 ഇട്ടു, അടുത്തത് 001 എഴുതി. അടുത്തത് സബ്ട്രാക്ഷനാണ്. സബ്ട്രാക്ഷൻ പോട്ടെ, അത് അവസാനം നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പ്ലസ് ചെയ്യാം. ഇവിടെ 001, ഇവിടെ 2 ഡിജിറ്റ്, ഇവിടെ 1 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ്. ഇനി സംശയമുള്ളവർ എന്ത് ചെയ്യുക? ഈ ബാക്കിയുള്ള ഡിജിറ്റിന് 0 ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഇവിടെയും വേണമെങ്കിൽ 2 0 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാം ഫില്ലായല്ലോ. ഇനിയിപ്പോൾ ആഡ് ചെയ്യാൻ എളുപ്പമല്ലേ? ഈ എങ്ങ് നമ്പർ ഇല്ലാത്ത നമ്പറിൻ്റെ അവിടെ നമ്പർ ഇല്ലാത്ത ഭാഗത്ത് എന്ത് ചെയ്താൽ മതി? ഒരു 0 ഇട്ട് കൊടുത്തേക്കുക. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടും. ഇവിടെ നമുക്ക് 1 കിട്ടും, ഇവിടെ നമുക്ക് 2 കിട്ടും, 8 3 എത്ര കിട്ടും? 11 കിട്ടും. റിമൈൻഡർ 1 കിട്ടും. 5 2 7. പോയിൻ്റ് അതേപോലെ ഇട്ട് പോവുക. ഈ പോയിൻ്റ് എല്ലാം ഒരേ പൊസിഷനിൽ തന്നെ വരണം, ഓർത്തിരിക്കുക. ഇവിടെ 1 കിട്ടും. അപ്പോൾ 17.12 എന്ന് കിട്ടി. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി അതിൽ നിന്ന് 5.6 സബ്ട്രാക്ട് ചെയ്യണം. എവിടെ എഴുതും 5.6? ആ പോയിൻ്റ് ഞാൻ ഇവിടെ ഇട്ടു, 5 ഇപ്പുറത്തിട്ടു, 6 അപ്പുറത്തിട്ടു, ഇവിടെ 2 0 കൂടെ കൊടുത്തു, ഇവിടെ ഒരു 0 കൊടുത്തു, തീർന്നു.
കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാനത് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ 1 - 0 1 കിട്ടി, 2 കിട്ടി. 1 - 6 പറ്റില്ല, കടമെടുക്കാൻ പോവുക. ഇവിടുന്ന് 7ൽ നിന്ന് 1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 11 ആവും, ഇവിടെ 6 ആവും, ഇവിടെ 6 ആയി, ഇവിടെ 11 ആയി. 11 - 6 എന്ന് പറഞ്ഞാൽ 5 ആണ്. പോയിന്റ് അവിടെ ഇട്ടു. ഇവിടെ ബാക്കി 6 ആണുള്ള. 6 - 5 1. സബ്ട്രാക്ഷൻ ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, അറിയാമല്ലോ. ഇവിടെ 1 കിട്ടും. ആൻസർ 11.521. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഞാൻ എഴുതിയില്ല, ഇതാണ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 120 മീറ്റർ നീളമുള്ള ട്രെയിനിൻ്റെ എന്തോ ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ക്വസ്റ്റ്യൻ പാടാണ് എന്ന് വിചാരിച്ച് വിട്ടേക്കും. അപ്പോൾ 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? ആകെ കറക്കി തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. നോക്കി, ഇവിടെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് 120 മീറ്ററാണ്. നോക്കിയേ, ഇതാണ് ട്രെയിൻ പോകുന്ന ആ ഒരു വഴി. ഓക്കെ, ഇത് ട്രെയിനിൻ്റെ നീളം എന്തായി ഇതുവരെ ആണ് 120 മീറ്റർ. ഇവിടെയാണ് പാലം ഇരിക്കുന്നത്. പാലത്തിൻ്റെ നീളം 160 മീറ്ററാണ്. ഈ ട്രെയിൻ ഇതുവഴി പാസ് ചെയ്ത് പാലത്തിൻ്റെ നേരെ എത്തുമ്പോൾ 120 മീറ്റർ ആവും അല്ലേ? 120 മീറ്റർ പാലത്തിൻ്റെ നേരെ എത്തുമ്പോൾ തന്നെ ആവും. അത് കഴിഞ്ഞിട്ട് ഇത് പാസ് ചെയ്ത് അങ്ങ് പോകണമെന്നുണ്ടെങ്കിലോ വീണ്ടും ഒരു 160 മീറ്ററും കൂടെ സഞ്ചരിക്കണം. അപ്പോൾ ടോട്ടൽ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കണം? പാലത്തിനെ കടന്നു പോകണമെങ്കിൽ പാലത്തിൽ കയറാൻ വേണ്ടി തന്നെ 120 മീറ്റർ വേണം. പിന്നെ പാലം കടക്കാൻ വേണ്ടിയിട്ട് 160 മീറ്ററും കൂടെ വേണം. അതായത് 120 + 160 രണ്ടും കൂടെ കൂട്ടണം. പാലത്തിൽ കൂടെ കയറി പോകുമ്പോൾ പാലത്തിൻ്റെ നീളവും കൂടെ നോക്കണം. കാരണം പാലത്തിൽ കയറണമെങ്കിൽ തന്നെ ട്രെയിനിൻ്റെ അത്ര നീളം വേണം. എന്നിട്ട് പിന്നെ പാലത്തിൻ്റെ നീളം കൂടെ ആയെങ്കിൽ മാത്രമേ അത് പാലത്തിനെ പാസ് ചെയ്ത് കടന്നങ്ങ് പോകത്തുള്ളൂ. അപ്പോൾ 160 + 120 എത്ര കിട്ടും? 0.8 280 മീറ്ററാണ് ഈ ട്രെയിൻ മൊത്തം കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്. ഈ ട്രെയിൻ പാസ് ചെയ്ത് പോകേണ്ടത് മൊത്തം 280 മീറ്ററാണ്. അപ്പോൾ നീളത്തിൻ്റെ കാര്യം ഓക്കെ, അവിടെ കിടക്കട്ടെ, കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്താണ്? സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എന്നാണ്. അപ്പോൾ സ്പീഡ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിലും സെക്കൻഡിൽ 20 മീറ്റർ വേഗമെന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് സ്പീഡാണെന്ന് ഓർത്തിരിക്കുക. സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 20 മീറ്ററാണ് വേഗത്തിൽ സഞ്ചരിക്കുക. അപ്പോൾ 280 മീറ്റർ നീളമുള്ള പാലം, 280 മീറ്റർ സഞ്ചരിക്കണം, പാലമല്ല സഞ്ചരിക്കണം. സഞ്ചരിക്കാൻ വേണ്ടി ആ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 20 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നമ്മുടെ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, അല്ലെങ്കിൽ ദൂരം ഡിവൈഡ് ബൈ സമയം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എടുക്കാം അല്ലേ? അതുപോലെ ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എടുക്കാം. ഇത് മൂന്ന് ഓർത്തിരിക്കുക. ഞാൻ എസും ഡിയും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ എസും ഡിയും ഓക്കെ, ഡിസ്റ്റൻസിന് വി ഒക്കെയാണ് സ്പീഡിന് കൊടുക്കാറുള്ളത്. മനസ്സിലാകാൻ വേണ്ടിയാണ് ഡിസ്റ്റൻസ് സ്പീഡ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്പീഡ് എസ് ഈക്വൽ ടു നമുക്ക് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്നെടുക്കാം. ആ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നെടുക്കാം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഈ 3 ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഈ 3 ഇക്വേഷൻ ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈമിൻ്റെ ഇക്വേഷൻ ഈ 3 ഏതാണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 280 ഡിവൈഡ് ബൈ, ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാം, എളുപ്പമാണ്, 20 അല്ലേ? ഇവിടെ 0 കട്ട് ചെയ്തു. 28 ഡിവൈഡഡ് ബൈ 2 14 സെക്കൻഡ് കൊണ്ട് ഈ ട്രെയിൻ പാസ് ചെയ്ത് പോവും. ഇതാണ് ആൻസർ, 14 സെക്കൻഡ്. ക്ലിയർ ആയോ? ഡിസ്റ്റൻസും സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷനും ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിൻ്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്നുമ്പോൾ രമേശിൻ്റെ സ്ഥാനം എത്ര? അതായത് മേലിൽ നിന്ന് താഴോട്ട് എണ്ണുമ്പോൾ 21ാം സ്ഥാനത്താണ് രമേശ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ നിന്ന് മേലോട്ട് എണ്ണുമ്പോൾ എത്രയാണ് രമേശിൻ്റെ സ്ഥാനം? മൊത്തം എത്ര പേരാണ്? ടോട്ടൽ എത്ര പേരാണ് ഉള്ളത്? 65 പേരാണ് അവിടെ ഉള്ളത്, ക്ലാസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ രമേശ് ഇതാ ഇവിടെ നിൽക്കുന്നു. രമേശിൻ്റെ മുകളിലേക്ക്, രമേശിനെ നമുക്ക് നടുക്ക് നിർത്താം. ഓക്കെ, രമേശിൻ്റെ മുകളിലേക്ക് എത്ര പേരുണ്ട്? രമേശിൻ്റെ സ്ഥാനം 21 ആണ്. അപ്പോൾ മേളിലേക്ക് 20 പേര് ആണല്ലോ. 20 പേര് അങ്ങോട്ട്, 21ാമൻ രമേശ് അല്ലേ? താഴേക്കോ മൊത്തം 65 ഉള്ളതിൽ താഴേക്ക് 21 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 44 പേര് താഴേക്കും ഉണ്ട്. മനസ്സിലായോ? രമേശ് നടുക്ക് അല്ലേ? 20 പേര് മുകളിലേക്കും 44 പേര് താഴേക്കും. അപ്പോൾ താഴ്ന്ന് മേലോട്ട് എണ്ണിക്കഴിഞ്ഞാൽ രമേശ് എത്ര സ്ഥാനം? 44 പേര് കഴിഞ്ഞ് 45ാമനാണ് രമേശ്. ഇത്രയേ ഉള്ളൂ, ഈസി അല്ലേ?
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. 8 വർഷത്തിന് ശേഷം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങായിരിക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം രണ്ടുപേരുടെയും ഇപ്പോഴത്തെ പ്രായം, അച്ഛൻ്റെ പ്രായം എക്സ് എന്നെടുക്കാം. അച്ഛൻ എക്സ് എന്നെടുത്തു, മകൻ്റെ പ്രായം വൈ എന്നെടുത്തു. അപ്പോൾ അച്ഛൻ്റെ പ്രായം നമ്മൾ എക്സ് എന്നെടുത്തു, മകൻ്റെ പ്രായം നമ്മൾ വൈ എന്നെടുത്തു. ഇപ്പോഴത്തെ പ്രായമാണ് പ്രസൻറ്റേജ്, ഇപ്പോഴത്തെ പ്രായം. ഓക്കെ, ഇനി 8 വർഷം മുമ്പുള്ള കാര്യം ആലോചിച്ച് നോക്കാം. 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം എത്രയായിരിക്കും? അച്ഛൻ്റെ പ്രായം, ഇപ്പോഴത്തെ അച്ഛൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം എത്രയായിരിക്കും? ഇപ്പോഴത്തെ ഒരാളുടെ പ്രായം 10 വയസ്സാണെങ്കിൽ 8 വർഷം മുമ്പ് 10 മൈനസ് 8 അല്ലേ? ഇപ്പോഴത്തെ പ്രായം 40 ആണെങ്കിൽ 8 വർഷം മുമ്പ് 40 മൈനസ് 8 അല്ലേ? അതുപോലെ ഇപ്പോഴത്തെ പ്രായം എക്സ് ആണെങ്കിൽ അച്ഛൻ്റെ 8 വർഷം മുമ്പുള്ള വയസ്സ് എക്സ് മൈനസ് 8 ആയിരിക്കും. ആണല്ലോ. മകൻ്റെ 8 വർഷം മുമ്പുള്ള പ്രായം എത്രയാണ്? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം വൈ ആണ്, 8 വർഷം മുമ്പ് വൈ മൈനസ് 8 ആണ്. ഇതാദ്യം എഴുതി വെക്കണം. എന്നിട്ടേ ഇതിൻ്റെ റിലേഷൻ എഴുതാവും. 4 മടങ്ങും 2 മടങ്ങും ഒക്കെ അതിന് ശേഷമേ നോക്കാവൂ. ഇനി തന്നിട്ടുണ്ട് 8 വർഷം മുമ്പുള്ള റിലേഷൻ. 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. ഒന്ന് എഴുതി നോക്കുക. അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത്, അച്ഛൻ്റെ പ്രായം 8 വർഷം മുമ്പ് മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങ്, 4 ഇൻറ്റു മകൻ്റെ പ്രായമാണ് അല്ലേ? അച്ഛൻ്റെ 8 വർഷം മുമ്പുള്ള പ്രായം എത്രയാണ്? മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അതായത് ഇങ്ങനെ എഴുതാം, അച്ഛൻ്റെ പ്രായം ഈക്വൽ ടു 4 ഇൻറ്റു മകൻ്റെ പ്രായം അല്ലേ? അതായത് അച്ഛൻ്റെ പ്രായം നമ്മുടെ കയ്യിലുണ്ട്, അത് എക്സ് മൈനസ് 8 ആണ്. എക്സ് മൈനസ് 8 ഈക്വൽ ടു 4 ഇൻറ്റു വൈ മൈനസ് 8 എന്ന് എഴുതാം. ക്ലിയറായി എങ്ങനെ വന്നതെന്ന്? ഓക്കെ, അച്ഛൻ്റെ പ്രായം എക്സ് മൈനസ് 8 ആണ്, മകൻ്റെ പ്രായം വൈ മൈനസ് 8 ആണ്. 4 ഇൻറ്റു വൈ മൈനസ് 8 ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് 8 ഈക്വൽ ടു 4 ഇൻറ്റു വൈ, 4y മൈനസ് 2 മൾട്ടിപ്ലൈ ആണ്, 4 ഇൻറ്റു 8 32 ഇങ്ങനെ കിട്ടും. നമുക്കിതിനെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവന്നാലോ? ഈ 4y എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് മൈനസ് 8, 4y ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എക്സ് മൈനസ് 4y മൈനസ് 8 അവിടെ കിടപ്പുണ്ട്, മൈനസ് പ്ലസ് 32 ഈക്വൽ ടു 0 എന്ന് എഴുതാം. എന്താ ചെയ്യുന്നതെന്ന് പറയാം, അല്ലേ വേണ്ട? വെയിറ്റ്, ഒരു ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ പറയാം, നോക്കുക. ഈ 4y എടുത്ത് ഇപ്പുറത്തും കൊണ്ടുവരിക, 8 എടുത്ത് അപ്പുറത്തും കൊണ്ടുപോവുക, അത്രയും മതി. ഓക്കെ, 4y എടുത്ത് ഇപ്പുറത്തും കൊണ്ടുവരിക, 8 എടുത്ത് അപ്പുറത്തും കൊണ്ടുപോകാം. അതായത് എക്സ്, ഈ 4y ഇപ്പുറത്ത് വന്നാൽ പോസിറ്റീവ് 4y ഇപ്പുറത്ത് വന്നാൽ നെഗറ്റീവ് 4y ആകും, ഈക്വൽ ടു ഈ നെഗറ്റീവ് 8 അപ്പുറത്ത് പോയാൽ നെഗറ്റീവ് 32 പ്ലസ് 8 എന്നാവും. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, 4x മൈനസ് 4y ഈക്വൽ ടു നെഗറ്റീവ് 32 പ്ലസ് 8 എന്ന് കിട്ടി. എങ്ങനെ എഴുതാം എൻ്റെ ഫൈനൽ ഇക്വേഷൻ? ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എക്സ് മൈനസ് 4y ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 32 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നെഗറ്റീവ് 24 എന്ന് കിട്ടും. ഇത് അവിടെ കിടക്കട്ടെ, ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷനായിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് 8 വർഷം മുമ്പുള്ള റിലേഷൻ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് 4y ഈക്വൽ ടു മൈനസ് 24 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് 8 വർഷത്തിന് ശേഷം. 8 വർഷത്തിന് ശേഷം 8 വർഷത്തിന് ശേഷമുള്ള പ്രായങ്ങൾ നോക്കുമ്പോൾ അച്ഛൻ്റെ പ്രായം എത്രയായിരിക്കും? ഇപ്പോൾ എക്സ് ആണെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 8. മകൻ്റെ പ്രായം ഇപ്പോൾ വൈ ആണെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ വൈ പ്ലസ് 8. അത് നമ്മളുടെ റിലേഷൻ എന്താ? അതിൻ്റെ 2 മടങ്ങായിരിക്കും. അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് 2 ഇൻറ്റു മകൻ്റെ പ്രായം ആയിരിക്കും. അച്ഛൻ്റെ പ്രായം എത്രയാണ്? എക്സ് പ്ലസ് 8 ആണ്, ഈക്വൽ ടു 2 ഇൻറ്റു മകൻ്റെ പ്രായം വൈ പ്ലസ് 8 ആണ്. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് പ്ലസ് 8 ഈക്വൽ ടു 2 ഇൻറ്റു വൈ 2y പ്ലസ് 2 ഇൻറ്റു 8 16 അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഇവിടെയും നമ്മൾ വൈനെ ഇപ്പുറത്തും 8നെ അപ്പുറത്തും കൊണ്ടുപോയാൽ എക്സ് മൈനസ് 2y ഈക്വൽ ടു 16 മൈനസ് 8 എന്ന് കിട്ടും. അതായത് എക്സ് മൈനസ് 2y ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ
2. നമ്മുടെ 2 ഇക്വേഷൻ കിട്ടി. ഇത് എക്സ് മൈനസ് 4y ഈക്വൽ ടു -24 എന്നൊരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 2y ഈക്വൽ ടു 8 എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സിനെ കളയണം, അല്ലെങ്കിൽ വൈയെ കളയണം, ഏതെങ്കിലും ഒരെണ്ണത്തിനെ കളയണം. നമുക്ക് ഈ 2 ഇക്വേഷൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കി, ഒരുമിച്ച് ഞാൻ എഴുതുന്നു. എക്സ് മൈനസ് 4y ഈക്വൽ ടു -24 ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എക്സ് മൈനസ് 2y ഈക്വൽ ടു 8 ആണ്. രണ്ടിനെയും കൂടെ നമ്മളിങ്ങനെ എഴുതി. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത്, എക്സും എക്സും കൂടെ ക്യാൻസൽ ചെയ്യണം. ഒരേപോലെയുള്ളത് എക്സും എക്സും ആണ്. സബ്ട്രാക്ട് ചെയ്താൽ മതി. എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ 0 ആയിക്കോളും. അതുകൊണ്ട് ഇത് മൊത്തം നമുക്ക് എന്ത് ചെയ്യണം? ഒരു സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇനി ശ്രദ്ധിക്കുക. -24 -8 അങ്ങനെയാണ് വരുന്നത്. -24 -8 എന്ത് കിട്ടും? -24 -8 -32 എന്ന് കിട്ടും. ഓക്കെ, -24 -8 -32 എന്ന് കിട്ടും. ഇവിടെ -4y -2y എന്നാണ് വരുന്നത്. ഇത് എവിടുന്ന ഈ മൈനസ് വന്നത്? സബ്ട്രാക്ഷൻ്റെ മൈനസ്. ഈ മൈനസ് എവിടെയാണ്? ഓൾറെഡി ഇവിടെ കിടക്കുന്ന മൈനസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -4y, ഈ മൈനസും ചേർന്നിട്ട് +2y ഈക്വൽ ടു -2y എന്ന് കിട്ടും. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ടെന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലായി. ഒന്നുകൂടെ എഴുതി കാണിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ -24 -8 വന്നാൽ -32 കിട്ടും. 2 മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. അടുത്തത് ഇവിടെ -4y -2y ആണ്. അതായത് -4y +2y എന്ന് കിട്ടും. -4ഉം +2ഉം കൂടെ വന്നാൽ -2y എന്ന് എഴുതാം. ഇവിടെ എന്ത് കിട്ടും? -2y. എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ? -2y വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായേ? ഓക്കെ, ഇനി വൈയുടെ വാല്യൂ ആണ് വേണ്ടത്. y ഈക്വൽ ടു -32 ഡിവൈഡഡ് ബൈ -2, അതായത് 16 എന്ന് കിട്ടും. ഓക്കെ, എന്താണ്? 16 എന്ന് കിട്ടി. -32 -2 16 എന്ന് കിട്ടും. അപ്പോൾ ഇത് ആരുടെ വയസ്സാണ്? വൈ നമ്മുടെ ആരുടെ പ്രായമാണ് എടുത്തേക്കുന്നത്? മകൻ്റെ പ്രായമാണ് വൈ എടുത്തിട്ടുള്ളത്. വൈയുടെ വാല്യൂ എത്ര കിട്ടി? 16 എന്ന് കിട്ടി. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മകൻ്റെ പ്രായം 16 എന്ന് കിട്ടി. ഇനി ഇത് വെച്ച് നമ്മുടെ അച്ഛൻ്റെ പ്രായം കണ്ടുപിടിക്കണം. അച്ഛൻ്റെ പ്രായം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിയേ, ഇവിടെ നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഒന്നുകിൽ ഇതോ അല്ലെങ്കിൽ ഇത്. ചെറിയ ഇക്വേഷനാണ്. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എടുക്കാം. ഇക്വേഷൻ നമ്പർ 2 നമ്മുടെ കയ്യിലുള്ള ഇതാണ്. എക്സ് മൈനസ് 2y ഈക്വൽ ടു 8 ആണ് അല്ലേ? അതിൽ എക്സ് നമുക്ക് അറിയില്ല, എക്സ് അതുപോലെ ഇട്ടു അല്ലേ? -2yക്ക് പകരം 2 × 16 എന്നെടുക്കാം, ഈക്വൽ ടു 8 എന്നെടുക്കാം. ഓക്കെ, എന്താ കൊടുത്തത്? ഈ വൈയുടെ വാല്യൂവിന് പകരം നമ്മൾ 16 കൊടുത്തു. അപ്പോൾ എക്സ് മൈനസ്, ഇത് കുറച്ച് മായ്ച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എഴുതി തരാം. ഇതാ ഇങ്ങോട്ട് നോക്കിക്കോ. ഈ ഭാഗമൊക്കെ മനസ്സിലായതാണല്ലോ. ഈ ഭാഗമൊക്കെ മനസ്സിലായതാണ്. ഇതാ ഇങ്ങോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ഇതാ ഇങ്ങോട്ട് എഴുതി തരാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇതാണ്. എക്സ് മൈനസ് 2y ഈക്വൽ ടു 8 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ നമുക്ക് മകൻ്റെ പ്രായമായിട്ടുള്ള y ഈക്വൽ ടു 16 എന്ന് ഓൾറെഡി കിട്ടി. ഓക്കെ, ബാക്കി ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ് മൈനസ് 2 × വൈക്ക് പകരം നമുക്ക് 16 ഇടാം, ഈക്വൽ ടു 8 എന്ന് കിട്ടും. അതായത് എക്സ് മൈനസ് 32 ഈക്വൽ ടു 8 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 8, ഈ 13 അപ്പുറത്തുണ്ടെങ്കിൽ കഴിഞ്ഞാൽ +32 എന്ന് കിട്ടും. അതായത് ആൻസർ 40 എന്ന് കിട്ടും. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 40 വയസ്സാണ്. കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ് ഇത്. ഈ മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. കാണാതെ പഠിക്കാനൊന്നും പറ്റില്ല, മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഫൈൻഡ് ദ ഓഡ് വൺ. അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആരം, ചാപം, ഞാൺ, വൃത്തം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പേര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഈസിയാണല്ലേ. മലയാളത്തിലാകുമ്പോൾ നമുക്ക് ആരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പേരോട് എഴുതിത്തരാം. ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ചാപം എന്ന് പറഞ്ഞാൽ ആർക്കാണ്, ആർക്ക്. ഓക്കെ, ഞാൺ എന്ന് പറഞ്ഞാൽ കോഡാണ്. വൃത്തം എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കണ്ടേ? ഓരോന്നും എന്താണെന്ന് നോക്കാം. നമ്മളൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം വരച്ചാൽ അതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരയ്ക്കുന്ന വരയാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. ഇതാണ് റേഡിയസ്. സെൻറ്ററിൽ നിന്ന് ഇതിന് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം, എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം. റേഡിയസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആരം എന്ന് പറയും. എന്താണ് ചാപം?
ചാപം എന്ന് പറഞ്ഞാൽ ദാ ഈ സർക്കിളിൻ്റെ 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതിനെയാണ് ചാപം എന്ന് പറയുന്നത്, ആർക്ക്. ഇതൊരു ആർക്കാണ്. ഇതുപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. വൃത്തത്തിൻ്റെ ഒരു ഭാഗം ദാ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഒരു ആർക്ക്. ഓക്കെ. ഇനി എന്താണ് ഞാൺ? ഈ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് നമ്മൾ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ ഞാൺ അല്ലെങ്കിൽ കോഡെന്ന് പറയും. എങ്ങോട്ടുണ്ടെങ്കിലും വരയ്ക്കാം. 2 പോയിന്റ് വൃത്തത്തിലായിരിക്കണം. എന്താണ് വൃത്തം? സർക്കിളാണ്. അപ്പോൾ ഇത് 3ഉം സർക്കിളിൻ്റെ പാർട്സാണ്. ഇത് സർക്കിളാണ്. അപ്പോൾ ഏതാണ് ഓഡ് 1? വൃത്തം അല്ലെങ്കിൽ സർക്കിളാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ബാക്കി 3ഉം വൃത്തത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇത് വൃത്തം തന്നെയാണ്. അപ്പോൾ ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? വൃത്തമാണ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വില കണ്ടെത്തുക. കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താണ്? ബോർഡ് മാസ് ആണ്. ബോർഡ് മാസ് എന്താണ്? ബോർഡ് മാസിൽ ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതാണ് നമ്മുടെ ഓർഡർ. ഇങ്ങനെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളതേ ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിവിഷനേ ചെയ്യാവൂ. മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതാണ് ഓർഡർ. ആ ഓർഡറിൽ മാത്രമേ ചെയ്യാവൂ. ബാക്കി ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം അഡീഷൻ ഒന്നും ചെയ്യേണ്ട. ഒരു ബ്രാക്കറ്റ് ഉണ്ട്. നമുക്ക് ആ ബ്രാക്കറ്റിനെ ആദ്യം ഓപ്പൺ ചെയ്യാം. 3 - 1 2 ആണ്. അപ്പോൾ 2 × 2 എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 2 × 2 എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ബ്രാക്കറ്റ് മാത്രം ഇട്ടാൽ ഇവിടെ 3 - 1 2 എഴുതി. അടുത്ത നമുക്ക് എന്തെടുക്കണം? ഇവിടെ ഡിവിഷൻ കിടപ്പുണ്ട്. ഡിവിഷൻ നമ്മുടെ ഇതനുസരിച്ച് ഡി ആണ് എടുത്ത് വരേണ്ടത്. അപ്പോൾ 16 + 8 / 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. -2 × 2 നമ്മൾ മനസ്സിലാവാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ തന്നെ എഴുതുന്നു. അടുത്ത ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ. 16 + 2 -2 × 2 -4. അടുത്തേതാണ് അഡീഷൻ. 16 + 2 എത്രയാണ്? 18 - 4. എത്രയാണ് 18 - 4? 14. ഇതാണ് ആൻസർ. അടുത്തത് ശ്രേണി പൂരിപ്പിക്കുക അല്ലെങ്കിൽ ആ പാറ്റേൺ ഫില്ല് ചെയ്യാനാണ്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള എന്താ? 140, 68, 32, 14. 140, 68, 32, 14 എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഈ ശ്രേണി പൂരിപ്പിക്കാം? നമുക്ക് ആദ്യം ഇതിനെ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ആദ്യം ചെയ്ത് നോക്കേണ്ട സബ്ട്രാക്ഷൻ. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതിനകത്ത് എന്തെങ്കിലും റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആദ്യം സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ നോക്കിയേ 140 - 68 എത്രയാണ്? 140 - 68 10 8 2 കിട്ടും. ഇവിടെ 3 13 6 72 കിട്ടും. ഓക്കെ, 72 തമ്മിലുള്ള ഡിഫറൻസ് 72. അത് കഴിഞ്ഞിട്ട് ഇനി 68ഉം 32ഉം തമ്മിൽ എത്രയാണ്? 6 36 കിട്ടും. അടുത്തത് 32ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 32ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 18 കിട്ടും. എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? 72 36 18. ഇത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? -72. ഇത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ -36. ഇത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ 18 ആണല്ലോ. 18, അതായത് ഇതിനോട് ഇത് 18 കൂട്ടിയാൽ 32, കൂട്ടിക്കഴിഞ്ഞാൽ 68, അതിനോട് 72 കൂട്ടിക്കഴിഞ്ഞാൽ 140. ഇങ്ങനെ പോവുകയാണെങ്കിൽ 72ൻ്റെ പകുതിയാണ് 36, 36ൻ്റെ പകുതിയാണ് 18. അടുത്ത നമ്പർ എത്രയായിരിക്കും? 18ൻ്റെ പകുതി 9. 9 കുറച്ചാൽ അടുത്ത നമ്പർ കിട്ടും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? 72ൻ്റെ പകുതി 36, 36ൻ്റെ പകുതി 18. അടുത്ത തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 9 ആയിരിക്കും. അതായത് 14 - 9 പോയത് കഴിഞ്ഞാൽ എത്രയാണ്? 14 - 9 പോയി കഴിഞ്ഞാൽ ബാക്കി 5 ആണ്. സോ 5 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്ലോക്കിൽ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ നിർമ്മിക്കാം? ഒരു ക്ലോക്കിൽ 3 സംഖ്യകൾ. ഒരു ക്ലോക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ക്ലോക്ക് ഇതാണ് ക്ലോക്ക് അല്ലേ? 12, 6, 3, 9, 1, 2, 4, 5, 7, 8, 9, 10. ഇതിലെ 3 സംഖ്യകൾ നമ്മൾ യോജിപ്പിച്ചിട്ട് എത്ര സമഭുജ ത്രികോണങ്ങൾ നിർമ്മിക്കാം എന്ന് ചോദിച്ചാൽ 4 സമഭുജ ത്രികോണങ്ങൾ നമുക്കൊരു ക്ലോക്കിൽ നിർമ്മിക്കാം. ഓക്കെ, 4 എണ്ണമാണ് നിർമ്മിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അതിന് ആൻസർ 4 ആണ്. അതിൽ കൂടുതൽ പറ്റില്ല. അതുകൊണ്ട് കാണാതെ പഠിച്ചോളുക 4.